CPM എന്ന പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയെ ഞാൻ മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതുപോലെ അക്രമം ഉണ്ടായതിനും എനിക്ക് സങ്കടമില്ലായിരുന്നു. പക്ഷേ പാർട്ടി മാറാനോ അല്ലെങ്കിൽ പാർട്ടിയെ തള്ളിപ്പറയാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവരിടപെട്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറി ഒഴിവാക്കണമെന്ന് പറഞ്ഞ അന്ന് ഞാൻ ഈ CPM-നെ വെറുത്തു തുടങ്ങിയതാണ്. എന്റെ വയറിന് ചവിട്ടിയതാണ്, കാലിന്റെ മുട്ടുകൊണ്ട് ചവിട്ട് കിട്ടിയതാണ്. അപ്പൊ തന്നെ എനിക്ക് വയറുവേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നു. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രസവിച്ചു പോയി. ഒരു ആൺകുട്ടിയായിരുന്നു. അങ്ങനെ പ്രസവിച്ച് ഞങ്ങൾ മാവൂർ റോഡ് ശ്മശാനത്തിൽ കൊണ്ട് അടക്കി. 5-8 പേര് കൂടി ആക്രമിക്കാൻ വന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരുടെ ആക്രമണത്തിൽ ഗർഭസ്ഥ ശിശു മരിച്ച വീട്ടമ്മ ജോത്സ്നയെ CPM പ്രവർത്തകർ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി. കേസ് പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. അയൽവാസിയുമായുള്ള അതിർത്തി തർക്കത്തെ തുടർന്നാണ് വീട് കയറി ആക്രമണം നടത്തിയ CPM പ്രവർത്തകർ ഗർഭിണിയെ ചവിട്ടി താഴെയിട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ യുവതിക്ക് ഗർഭമലസി. ഇത് നടന്നത് ഗുജറാത്തിലല്ല, ഇവിടെ കേരളത്തിൽ. അത് തലസ്ഥാനത്ത് തന്നെയാണ്. ആക്രമണം നടത്തിയത് CPM ഗുണ്ടകളും. തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി വിഴിഞ്ഞത്താണ് സംഭവം നടക്കുന്നത്. കൊല്ലത്ത് ഗർഭിണിയെ മദ്യലഹരിയിൽ CPM പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ ആക്രമിച്ചു. കണ്ണനല്ലൂർ സ്വദേശിനി തസ്ലിമിയാണ് നീണ്ടകര പഞ്ചായത്ത് അംഗമായ അന്റോണിയോയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം മർദ്ദിച്ചത്. അക്രമികൾ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അക്രമം നടത്തി. കൊല്ലം ആനന്ദവല്ലി